മഹാവിഷ്ണുവിൻ്റെ വാമനൻ മഹാവിഷ്ണു ആണല്ലോ അല്ലേ വാമനൻ അത് വരുന്നത്. അപ്പോൾ ആ ഒരു ലൈനിലേക്ക് പഴയ ഒരു വേദ കാലഘട്ടത്തിലേക്ക് ഇതിനെ തിരിച്ചു കൊണ്ടുപോകാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. മാത്രമല്ല ഈ വാമന വിജയമാണ് ശരിക്ക്, അതായത് അഹങ്കാരിയായ അസുരനാണല്ലോ മനുഷ്യൻ. അപ്പോൾ ആ മനുഷ്യൻ അപ്പുറം ദേവന്മാരുടെ ഒരു വിജയം എന്നുള്ള രീതിയിൽ ഇതിനെ മാറ്റിമറിക്കണം എന്നുള്ള ഒരു ലൈനാണ് ഇപ്പോൾ. അത് ഇതിനെ ഓരോരുത്തരിങ്ങനെ ഏറ്റെടുക്കുന്ന പണ്ട് മതങ്ങൾ ഈ ആഘോഷങ്ങളൊക്കെ ഏറ്റെടുത്തതുപോലെ തന്നെ അപ്പോൾ ഇത് തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നാണ് എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് തോന്നുന്നത്. നേരത്തെ നമ്മൾ എങ്ങനെയായിരുന്നോ ജൈവ മനുഷ്യനായിരുന്ന കാലഘട്ടത്തിൽ ആരംഭിച്ച ഈ ആഘോഷങ്ങൾ പിന്നീട് മതങ്ങൾ പിടിച്ചെടുക്കുക. ഇപ്പം നമുക്കറിയാം സൗരോത്സവമാണ് ക്രിസ്മസ് ആയിട്ട് മാറിയെന്ന് പറയാറ്. അപ്പോൾ അതുപോലെ ഓരോ ആഘോഷങ്ങളും അങ്ങനെ. ഇപ്പം നമുക്കറിയാം ഈ സൗര കലണ്ടർ ഉപയോഗിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അതായത് കൃഷിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും കൂടുതൽ കൃഷി വികസിച്ച നമ്മുടെ കേരളം പോലത്തുള്ള പ്രദേശങ്ങളിൽ സൗര കലണ്ടർ, അതായത് സൂര്യൻ്റെ ചലനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, നേരത്തെ അറേബ്യയിൽ ചന്ദ്രൻ്റെ ദുർഭിക്ഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡേറ്റ് അങ്ങനെ കാണുന്നത് 355 ദിവസമേ ഉള്ളവർക്ക്. നമുക്ക് 365 ദിവസമുണ്ട്. അതുകൊണ്ടാണ് ഈ ചിലപ്പോൾ നൂറ്റാണ്ടൊക്കെ മാറുന്നത്. അതുകൊണ്ടാണ് നബിദിനത്തിൻ്റെ ഒക്കെ അനൗൺസ്മെൻറ്റ് കേൾക്കുമ്പോൾ നമുക്കറിയാം അതൊരു 18 നൂറ്റാണ്ട് എന്നൊക്കെ അല്ല, ഇപ്പോൾ 1800 ജന്മദിനം എന്നൊക്കെ കഴിഞ്ഞ ദിവസം അനൗൺസ് ചെയ്യുന്നത് 1500 അങ്ങനെ ആ രീതിയിൽ. അപ്പോൾ അത് കാലഗണന ആ രീതിയിൽ കാലത്തെയൊക്കെ ഗണിച്ചിരുന്ന അങ്ങനെയാണ്. അപ്പോൾ മനുഷ്യന് ഭാഷയും മതങ്ങളും ഇതൊക്കെ രൂപപ്പെടുന്നതിന് മുമ്പ് തന്നെ ആഘോഷങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും ആ ആഘോഷങ്ങൾ മാനവികമായിരുന്നുവെന്നും അത് പിന്നീട് സംഘടിതമായി, മതങ്ങൾ മാത്രമല്ല പല രാഷ്ട്രങ്ങളും അല്ലെങ്കിൽ അതുപോലത്തെ പല തൽപരകക്ഷികളും അത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പം ഈ ആഘോഷങ്ങൾ എന്ന് ആരംഭിച്ചു എന്ന് പറയുമ്പോൾ നമ്മളത് നമ്മുടെ പരിണാമവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അല്ലെങ്കിൽ മനുഷ്യൻ്റെ വികാസ പരിണാമ ചരിത്രമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നമുക്ക് എനിക്ക് തോന്നുന്നത് ആസ്ട്രലോപിത്തിക്കസാണ് നമ്മുടെ ഈ പരിണാമത്തിൻ്റെ ദശയിൽ മനുഷ്യരും അതായത് ഹോമോ എന്ന വിഭാഗവും പ്രമേറ്റ്സ് കുരങ്ങുവർഗവും തമ്മിൽ വേർതിരിയുന്ന ഒരു ഒരു കോമൺ ലൂസി എന്ന് പറയുന്ന ഒരു മാതാവ്, ഒരു മുത്തശ്ശിയാണ് നമ്മുടെയൊക്കെ ആളെന്നാണ് ആധുനിക DNA പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത്. ഒരു മുത്തശ്ശി ലൂസി എന്ന് പറയുന്നത് അത് ആസ്ട്രലോപിത്തിക്കസേ. അപ്പോൾ അതിൽ നിന്ന് അന്ന് 400 മുതൽ 500 cc വരെയാണ് ബ്രെയിൻ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് മൃഗങ്ങളിൽ നിന്ന് കാര്യമായ വ്യത്യാസമൊന്നും ഇല്ലാത്ത ഒരു കാലമാണ്. അപ്പോൾ അവിടുന്ന് നമ്മൾ ആ വിഭാഗത്തിന് അന്ന് ആഘോഷങ്ങൾ ഈ പറഞ്ഞതുപോലെയുള്ള ആഘോഷങ്ങൾ ഉള്ളതായിട്ട് തെളിവുകളൊന്നും വന്നിട്ടില്ല. അപ്പോൾ അതിന് ശേഷം ഉണ്ടാകുന്ന ആണ് ഹോമോ ഹാബിലിസ്, അതായത് മനുഷ്യൻ്റെ ആ ഗ്രൂപ്പിലേക്ക് വരുന്നതിലുള്ള ആദ്യത്തെ എന്നാണ് ഹോമോ വിഭാഗത്തിലെ ആദ്യത്താണ്. അപ്പോൾ അവർ ഗുഹാചിത്രങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു. അതായത് പരിമിതമായ, അതായത് അവരുടെ 600 cc ഉണ്ടായിരുന്നതാണ് ബ്രെയിൻ. അപ്പോൾ അതിനനുസരിച്ചുള്ള സംഭവങ്ങളൊക്കെ അവരുണ്ടായി. പിന്നെ അതിൽ നിന്ന് ഡെവലപ്പ് ചെയ്തിട്ടാണ് ഹോമോ ഇറക്റ്റസ്. ഹോമോ ഇറക്റ്റസിന് 800 cc വരെ അവരുടെ ബ്രെയിൻ ഉണ്ടായിരുന്നു. പിന്നെ അതിൽ നിന്നാണ് അതിന് ശേഷമാണ് നിയാൻഡർതാൾ മനുഷ്യൻ. നിയാൻഡർതാൾ മനുഷ്യൻ്റെ യഥാർത്ഥത്തിൽ 1600 cc ഉണ്ടായിരുന്നു ബ്രെയിന്. നമ്മൾ ആധുനിക മനുഷ്യൻ്റെ 1350 ശരാശരി. പക്ഷേ അവരുടെ തലച്ചോറിൻ്റെ ഫ്രണ്ട് ഭാഗം ഡെവലപ്പ് ചെയ്തത് അവരുടേത് അങ്ങനെ ചെയ്തിട്ടില്ല ആരുടെ നിയാൻഡർതാൾ മനുഷ്യൻ. പക്ഷേ അവരുടെ നമ്മളെക്കാളും വലിയ ബ്രെയിൻ ഉണ്ടായിരുന്നു. പക്ഷേ അവരുടെ തലച്ചോറ് അത്രയും
മുൻഭാഗം, അതിന് പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് എന്നാണ് പറയുക. ആ പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് ഡെവലപ്പ് ചെയ്തതിന് ശേഷമാണ് ഈ മനുഷ്യർ ആഘോഷങ്ങളെക്കുറിച്ച് യുക്തിചിന്ത, മതം, കാര്യകാരണ സഹിതം ഉള്ള ഒരു ചിന്തയുടെ ഭാഗമായിട്ടാണല്ലോ മതങ്ങളും ദൈവബോധവും ഒക്കെ ഉണ്ടാകുന്നത്. ഇതൊക്കെ ആ ഒരു ഹോമോസാപ്പിയൻ എന്ന് പറയുന്നത് നമ്മളെ നിയാൻഡർതാൾ മനുഷ്യനും കഴിഞ്ഞിട്ടുള്ള നമ്മളിലെത്തിയ പിന്നാണ് ഈ ആഘോഷങ്ങൾ തുടങ്ങുന്നത്. ഇത് തികച്ചും ജൈവികമായ ആഘോഷങ്ങളായിരുന്നു. ആദ്യമായിട്ട് കളർ ഉപയോഗിക്കുക, അതുപോലെ പിന്നെ കല്ലിൻ്റെ ക്ഷേത്രങ്ങൾ ഉണ്ടാക്കുക, ഇതൊക്കെ ചെയ്തിരുന്നത് ഈ ആധുനിക ഹോമോസാപ്പിയൻ മനുഷ്യരായിരുന്നു എന്നുള്ളതാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപ്പോൾ ഈ ആഘോഷങ്ങൾ പറഞ്ഞതിൻ്റെ ചുരുക്കം എന്താ വെച്ചാൽ വളരെ മാനവികമായിട്ട് ഉത്ഭവിച്ച ഈ ആഘോഷങ്ങൾ തികച്ചും മാനവവിരുദ്ധമായി ഉപയോഗിക്കുന്ന സാഹചര്യത്തിലേക്ക് നമ്മൾ വളർന്നത് തിരിച്ചറിയുക, അത് സംഘടിതമായിട്ട് അതിനെ ഇതിലെയുള്ള നിലപാടുകൾ സ്വീകരിക്കാൻ